നിമിഷയുടെ ഭർത്താവ് ടോമി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ ടോമി, ആശ്വാസമായോ വാർത്ത കേട്ട്? തീർച്ചയായിട്ടും ഈ ആശ്വാസ വാക്കുകളും കേൾക്കുക മാത്രമൊന്നുമല്ല, നിമിഷപ്രിയനെ രക്ഷിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് അവർക്കും ഒരു ആശ്വാസമാണ്, എനിക്കൊരു ആശ്വാസമാണ്. കാരണം കഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും ഫലം കിട്ടണ്ടേ. അപ്പോൾ എന്തായാലും ഒരു ഭാഗമാണെങ്കിൽ പോലും അത്രയും ഭാഗം ആയി, അത് വലിയ സന്തോഷമായി, ആശ്വാസമായി. നമുക്ക് ഇനിയും മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ആശ്വാസം കിട്ടി. നമുക്ക് ആശ്വാസം കിട്ടുമ്പോഴല്ലോ പിന്നീടുള്ള കാര്യത്തിലേക്ക് നീക്കാം. എന്തായാലും നമുക്ക് നല്ലൊരു റിസൾട്ട് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞാൻ ഇന്നും കാത്തിരിക്കുന്നത് എല്ലാ കാര്യത്തിനും. എവിടെ ഇപ്പോൾ ആരെങ്കിലും കാണാനോ സംസാരിക്കാനോ പറയാനോ, അതോടൊപ്പം തന്നെ എന്നെ കണ്ടാവുന്ന ഒരു പരിമിതികളുണ്ട്. നമ്മൾ അത്രമാത്രം ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതൊന്നും നമ്മളൊരു വിഷയമായിട്ട് കാണാതെ എൻ്റെ ഭാര്യയും രക്ഷിച്ചിട്ട് വേണ്ടി എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അതോടൊപ്പം തന്നെ എന്നെ നോക്കാൻ വേണ്ടി, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന, നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ, മറ്റേ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, അതുപോലെ തന്നെ കന്തപുരം സാറ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇടപെടുന്ന ആൾക്കാർ ഇഷ്ടംപടിയുണ്ട്. അതിൻ്റെ നാഷണാലിറ്റി കാര്യങ്ങളൊന്നും ഒരു പരിധിവരെ ജനഹൃദയങ്ങളിൽ എത്തിയിട്ടില്ല, അത് അറിയത്തില്ലതിൻ്റെ പേരിൽ തന്നെയാണ് ഇത്രയും ലേറ്റ് ആയതിൻ്റെ കാരണം. ഇനിയൊരു കാരണം കൂടെ ഉണ്ട്. യമനിൽ യുദ്ധമാണ്, എംബസി ഇല്ല, ഗവൺമെൻറ് ഇല്ല. ഇന്ത്യ യമനും നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു രാജ്യത്ത് ഇങ്ങനൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ പറ്റുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് എടുത്തുകൊണ്ട് ഇവരെല്ലാം ചെയ്യുന്നു. സാമുൽ ജെറോം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ പവർപ്പെട്ടിൽ ഒപ്പിട്ട് മേടിച്ചിരിക്കുന്ന ആളാണ്. അമ്മയുണ്ട്, സാമുൽ സാറും അവിടെയുണ്ട്. അവരവിടെ നിന്ന് ചെയ്യുന്നതിന് അവർക്ക് പേടിക്കണം. കാരണം ആ രാജ്യത്തിന്റെ പ്രത്യേകത ഇതൊക്കെയാണ്. അറിയാലോ, ഊത്തി മേഖലകളിലാണ് ഈ വൈഫ് അവിടെ കിടക്കുന്നതും. അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നതും നാട്ടിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതും എല്ലാത്തിനും ഒരു പരിമിതികളുണ്ട്. പക്ഷെ അതൊക്കെ അപ്പുറം നിന്നുകൊണ്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആകുന്നതിന് കാരണം. പക്ഷെ അതിൻ്റെ ഒരു ഫലം എന്തായാലും ഓൾറെഡി വരും. ശ്രീ ടോമി, ഇപ്പോൾ കാന്തപുരത്തിന്റെ ഇടപെടൽ ഇതിൽ നിർണായകമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൂഫി പണ്ഡിതനുമായുള്ള ചർച്ചകൾ, ഈ സൂഫി പണ്ഡിതന് തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഇതൊരു വഴിത്തിരിവാവുകയാണല്ലോ. താങ്കൾ കാന്തപുരത്തെ വിളിച്ചോ? ഇല്ല, ഞാൻ വിളിച്ചില്ല. അപ്പോൾ അവരുടെ സാഹചര്യം പോലെ അവരെന്നെ വിളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഞാനിപ്പം എന്നെ വിളിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നതിന് പകരം വേറെ ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവരെ നമുക്ക് ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ ഈ ഒരു വാർത്ത കേട്ടപ്പം പോലും എന്താ പറയുക, ഞാൻ ആദ്യം തന്നെ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിന് എന്തെങ്കിലും അറിഞ്ഞോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എവിടുന്നേലും എന്തെങ്കിലും ഇതായോ, ഇതൊക്കെയാണ് ഞാൻ നോക്കണേ. എനിക്ക് ഏറ്റവും വലുത് അതാണ്. ഇത് രണ്ടും വലുതാണ്. പക്ഷെ നമ്മൾ എത്ര മോശം താഴെയാണെങ്കിൽ ശരി, പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, ഞങ്ങൾക്ക് ജീവിക്കുക, ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കുക. കാര്യങ്ങളുടെ ഗൗരവത്തിൻ്റെ അല്ലെങ്കിൽ കാര്യത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി ഞാൻ എന്തായാലും ഈ സമയത്തൊന്നും പറഞ്ഞില്ല, അത് പിന്നീട് അറിയാം. പക്ഷെ അങ്ങനെയാണ് നല്ല കാര്യങ്ങളുടെ ഒരു പോക്ക് എന്നുള്ളത് എനിക്കറിയാവുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഏതറ്റം വരെയാണെങ്കിലും പോയി എൻ്റെ ഭാര്യയെ രക്ഷിച്ചുകൊണ്ടിരാൻ വേണ്ടി. തീർച്ചയായും ടോമി, എല്ലാതരം ഇടപെടലുകളും നടക്കുന്നു. സർക്കാരുകളുടെ പരിമിതിയും ഇപ്പോൾ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അതോടൊപ്പം തന്നെ കാന്തപുരം നടത്തിയ ഇടപെടൽ പ്രധാനമാണല്ലോ. ഇപ്പോൾ മതപണ്ഡിതനോട് സംസാരിക്കാൻ കഴിഞ്ഞതും മതപണ്ഡിതൻ ആ കുടുംബത്തോട് സംസാരിക്കാൻ കഴിഞ്ഞതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവരെ അനുനയിപ്പിക്കുക എന്നൊരു വലിയ ദൗത്യം ഇനിയും ബാക്കി നിൽക്കുകയാണ്. തൽക്കാലം നാളത്തെ വധശിക്ഷ മാറ്റുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നു. പക്ഷേ മോചനമാണല്ലോ ആത്യന്തികമായ ലക്ഷ്യം. അതിൽ ഈ കാന്തപുരത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? 100% വിശ്വസിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അതോടൊപ്പം ഞാൻ അതിനു മുകളിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടല്ലോ എനിക്ക് സധൈര്യം അന്ന് എത്ര വർഷങ്ങളായി കഷ്ടപ്പെടുന്നത്. ആ കഷ്ടപ്പാടിന് ഒരു ഫലം ഒറ്റയ്ക്ക് നിന്നാണെങ്കിൽ പോലും അത് നേടാൻ സാധ്യമാകും എന്നുള്ളത് എനിക്കറിയാം. പിന്നെ അത് സാധ്യമാകാൻ ലേറ്റ് ആകുന്നതിന് കാരണം എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനൊക്കെ ഇങ്ങനെയൊക്കെ അധികമൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും പ്രതികരിക്കാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിലൊന്നും പറയാൻ ഞാൻ നിൽക്കില്ല. ആ സാഹചര്യം എനിക്ക് മനസ്സിലാവും, അവരുടെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാവും, എഫർട്ട് എന്തോരം അവരെടുക്കണത് അത് അറിയാമെന്നുകൊണ്ടാണ് ഞാൻ ഇന്നും എനിക്ക് ജീവിക്കണം, പക്ഷെ ജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷേ 3 പേരും കൂടെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ഭാര്യ നാട്ടിലെത്തണം. അതിനുവേണ്ട എല്ലാ എഫർട്ടും അവരെടുക്കുന്നത്. കാന്തപുരം സാറിൻ്റെ ഇടപെടൽ, അത് ശക്തമായിട്ട് ഇടപെടൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ശ്രീമാൻ ചാണ്ടി ഉമ്മൻ സാറ് എന്തോ ഒരു എഫർട്ട് എടുത്തു. ഞങ്ങൾ ഗവർണർ സാറിനെ പോയി കണ്ടു. അങ്ങനെ ഉമ്മൻചാണ്ടി സാർ എന്തോ ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അത് ഇന്നും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരെടുക്കുന്ന എഫർട്ട് നോക്കണം. ചാണ്ടോമി സാറും അമ്മയൊക്കെ അവർക്ക് അന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞിട്ടാണ് മരിക്കുന്നതിന് മുമ്പ്. അതും അവർ പാലിക്കാൻ വേണ്ടി അവരും ഹാർഡ് വർക്ക് ചെയ്യുന്നു. അങ്ങനെ എന്നെ ഒന്ന് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. ഇന്റർനാഷണൽ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് അംഗങ്ങൾ എല്ലാവരും കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും പേര് പറയാം. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. വിഷമഘട്ടത്തിലാണ് അവരെല്ലാം ജീവിക്കുന്നത്. ഇപ്പോൾ അവർക്കും എനിക്കും എല്ലാവർക്കും ഒരു ആശ്വാസം കിട്ടുന്ന റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സാധ്യമാകുന്ന ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ.
വളരെ നന്ദി ടോമി, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് ഒരു പേര് എടുത്തു പറയുന്നില്ല എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അവസാന കാലത്തെടുത്ത ഇടപെടലടക്കം ഓർമ്മിച്ചുകൊണ്ടാണ് ടോമി പറയുന്നത്. ഗവർണർ, സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ, കേന്ദ്ര സർക്കാരിന്റെ പരിമിതി മനസ്സിലാക്കുന്നു. കാന്തപുരം എടുത്ത ഇടപെടൽ ഇതെല്ലാം തന്നെ പ്രതീക്ഷ നൽകുന്നതാണ്. വളരെ പെട്ടെന്ന് മോചനം സാധ്യമാകും, ഒരു കുടുംബജീവിതം തുടരാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് ടോമി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്.